Hello everyone, welcome to G-Pod. It's me and Nafi. Yes, നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെയാണോ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയത്? നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയത്? ഏത് കോഴ്സ് ആണെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. +1 അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും +1 ക്ലാസ്സുകളും കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ +1 സെക്കൻഡ് അലോട്ട്മെന്റ് എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ജൂൺ 11 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ എന്തെടുത്തിരിക്കണം, അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത താല്പര്യമില്ലാത്തൊരു സ്കൂളോ കോഴ്സോ ആണെങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ ജൂൺ 11 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുത്തിരിക്കണം. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവുകയും അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങൾ പരിഗണിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആഗ്രഹമില്ലാത്ത സ്കൂൾ ആണെങ്കിൽ കൂടി നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സും ആഗ്രഹിച്ച സ്കൂളുമാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ ഏതായാലും ജൂൺ 11 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ എടുത്തിരിക്കണം. അപ്പോൾ ഇത് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, ആധാർ കാർഡ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, TC, അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ ഏതൊക്കെ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാസ്റ്റ് പരമായിട്ട് റിസർവേഷൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫോമിൽ ടിക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ കരുതണം. പിന്നെ പല കുട്ടികൾക്ക് ഡൗട്ടാണ്, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ സ്കൂളിലും അതേ കോഴ്സും തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഞാൻ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഒരു കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ എന്താ കാണുക, നോ ചേഞ്ച് ഇൻ അലോട്ട്മെൻറ്റ് എന്നാ കാണില്ല. അതിനർത്ഥം എന്താ, കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ സ്കൂളിലും അതേ കോഴ്സും തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഒരു സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നിലവിലേതനുസരിച്ച് നിങ്ങൾ നേരിട്ട് പോയിട്ട് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ടെമ്പററി ആക്കി നിലനിർത്താൻ പറ്റും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ആ സ്കൂളൊന്ന് വിളിച്ചു നോക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സെയിം സ്കൂളിൽ സെയിം കോഴ്സിന് തന്നെയാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അതേ അലോട്ട്മെൻറ്റ് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതെങ്കിൽ നിങ്ങൾ ആ സ്കൂളൊന്ന് വിളിച്ചു നോക്കുക. എന്നിട്ട് ചോദിക്കുക, സാറേ എനിക്ക് ഈ സ്കൂൾ സെക്കൻഡ് അലോട്ട്മെൻറ്റും ടെമ്പററി ആയിട്ട് എടുക്കാനാണ് ആഗ്രഹം, ഞാൻ സ്കൂളിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. മിക്കവാറും ടീച്ചേഴ്സൊക്കെ എന്ത് പറയും, സ്കൂളിൽ വരേണ്ട, നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തോളൂ എന്നാണ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സെയിം സ്കൂളും സെയിം കോഴ്സുമാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ നിങ്ങളൊന്ന് വിളിച്ച് നോക്കിയിട്ട് അത് എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ഇനി നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ തന്നെയാണ് കിട്ടിയത്, പക്ഷേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പെർമനന്റ് ആവാൻ, സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സ്കൂളിൽ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും സെയിം സ്കൂൾ കിട്ടി, അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തു, അതേപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഒന്ന് സ്കൂളിലെ ടീച്ചേഴ്സ് സ്കൂളിൽ വിളിച്ചിട്ടൊന്ന് ഫൈനൽ കൺഫർമേഷൻ എടുത്തതിന് മാത്രം എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്ത ടെൻഷൻ അടിക്കണം, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് വരുന്നുണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.